ഒരു മിനി കേരളത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇനി കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. ഇവിടെ ഒരു മിനി കേരളം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളി ഫുഡുകൾ ധാരാളമായി അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയ സ്ട്രീറ്റ്. അപ്പോൾ അറിയാ രുചികളിലും കാണാ കാഴ്ചകളിലും നമ്മളിനി കാണാൻ പോകുന്നത് ഡൽഹിയിലുള്ള ഒരു കൊച്ചു കേരളത്തെ. അപ്പോൾ ഡൽഹിയിലുള്ള കൊച്ചു കേരളത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അവിടെ നമുക്ക് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ വന്നതിന് ശേഷം മലയാളത്തിൻ്റെ അക്ഷരം കാണുമ്പോൾ ഒരു സന്തോഷം. നാടൻ ഭക്ഷണങ്ങൾ: ഊണ്, മീൻകറി, പൊറോട്ട, ഇറച്ചി, ചിക്കൻ ബിരിയാണി, അപ്പം, മുട്ടക്കറി, പുട്ട്, കടലക്കറി, മസാല ദോശ, ഇഡ്ഡലി, സാമ്പാർ. ഇതൊക്കെയാണ് അവിടുത്തെ ഐറ്റംസ്. ഓക്കെ, അപ്പം 2 കടയുണ്ട്. ഒരെണ്ണം ഈ അപ്പൂസ് ഹോട്ടൽ, പിന്നെ ഉള്ളത് കേരള ഹോട്ടൽ. നമുക്ക് എവിടെ കയറണം? നമുക്ക് ആദ്യം അപ്പൂസ് ഹോട്ടലിൽ കയറാം അല്ലേ? അപ്പം ഇവരുടെ ഈ ഒരു കിച്ചണിൽ ഇവരെങ്ങനെയാണ് ഇവിടെ അപ്പം ഉണ്ടാക്കുന്നത്? അഫ്കോഴ്സ് നമുക്കറിയാം എങ്ങനെ അപ്പം ഉണ്ടാക്കുന്നതെന്ന്. യെറ്റ് ലെറ്റ്സ് ടേക്ക് എ സ്നീക്ക് പീക്ക് ഇൻ ടു ദ കിച്ചൺ. മീൻവരെ ഇവിടെ ചേട്ടൻ നല്ല അടിപൊളി പഴംപൊരി കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പം ഉണ്ടാക്കി വെച്ചതാണോ പഴംപൊരി? ഇപ്പം ഉണ്ടാക്കി. ചേട്ടൻ മലയാളിയാണോ? ചേട്ടൻ മലയാളിയല്ല, പക്ഷെ ചേട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ ഇവിടെ ഒരു ദിവസം എത്ര അപ്പം അപ്രോക്സിമേറ്റ്ലി വിട്ടു പോകാറുണ്ട്? ഒത്തിരി പോകും അല്ലേ? ഓ, കൊള്ളാം കൊള്ളാം. ഇവിടെ മെയിൻലി ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ഡിഷ് എന്താ? അങ്ങനെ ഇവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഡിഷ് നാട്ടിലത്തെ? എല്ലാ ഡിഷും താറാവ് റോസ്റ്റ് ഒക്കെ ഉണ്ട്. ഞണ്ട് അപ്പം താറാവും നമുക്കിത് ട്രൈ ചെയ്യാം. താറാവ് റോസ്റ്റും അപ്പവും നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ നമുക്ക് ഇന്ന് എന്തായാലും ട്രൈ ചെയ്യാം ചേട്ടാ. എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ ഇതിന് പഴംപൊരി ഇവിടത്തുകാർക്ക് കഴിച്ചിട്ട്, ഈ നോർത്ത് ഇന്ത്യൻസ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഐറ്റം എന്തുവാ? ഇഡ്ഡലി, സാമ്പാർ, മസാല ദോശ, എല്ലാം അതൊക്കെയാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഞങ്ങളും ഇന്ന് അത് കഴിച്ചു നോക്കാം. ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? നാട്ടിലാണ്? ആലപ്പുഴക്കാരനാണ്. ഓ, ചേട്ടൻ്റെ പേര്? നിസാൽ. ഓക്കെ, അപ്പം ആലപ്പുഴയാണ് ചേട്ടൻ്റെ നാട്. എത്ര നാളായി ചേട്ടാ ഈ ഹോട്ടൽ ഇവിടെ? 32 years, 32 വർഷമായിട്ട് ഇവിടെ റൺ ചെയ്യുന്ന ഹോട്ടലാണ്. നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ വരുമ്പോൾ അധികം ചോദിക്കുന്നത് ഇതേപോലെയുള്ള സാധനങ്ങളാണ്. മസാല ദോശ, ഇഡ്ഡലി പോലെയുള്ള സാധനങ്ങളാണ് ചോദിക്കുക. എന്തായാലും മലയാളികൾക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, അവർ കഴിക്കുന്നത് അപ്പവും താറാവ് റോസ്റ്റും ഞണ്ടും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കും അതൊന്നൊക്കെ ഒരു പിടി പിടിക്കാം. ബാ. യെസ്, ഇത് അപ്പവും ഇത് ഡക്കും. ഓക്കെ, അപ്പവും താറാവും, ഇത് ഡക്ക് റോസ്റ്റ്. പിന്നെ ഒരു സാധനവും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മലയാളികളുടെ സ്വന്തം കണ്ണിലുണ്ണിയായ പൊറോട്ടയും കൊഞ്ചുമാണ് കേട്ടോ. ഇത് അല്ല ഏട്ടാ, കൊഞ്ചല്ലേ ഇത്? ഓക്കെ ഓക്കെ. ഇതെല്ലാം ഞാൻ എങ്ങനെ തിന്നു തീർക്കും? എന്നെക്കൊണ്ട് എത്രയും പറ്റുമോ അത്രയും ഞാനിത് തിന്നു തീർക്കും. അപ്പോൾ ഇത് പൊറോട്ടയും സ്ക്വിഡും, അതായത് കൊഞ്ചും, ഇത് അപ്പവും താറാവും, ഇത് ഞണ്ട് റോസ്റ്റും. അപ്പോൾ അപ്പവും താറാവിന് വായിൽ വെള്ളം വരുന്നു. താറാവ് റോസ്റ്റും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഒരു പീസ് അപ്പം എടുത്ത്, ഒരു പീസ് താറാവ് എടുത്ത് ആ ഗ്രേവിയിൽ മുക്കി നല്ല സ്പൈസി ആട്ടോ, നല്ല സ്പൈസി. എന്നാൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും എടുത്ത് നിൽക്കുന്നത്. അപ്പം നല്ലൊരു പീസ് അപ്പം എടുത്ത് കറിയിൽ മുക്കിയതാണ് ഒരു വരട്ടെ.